പലഹാരങ്ങൾ എന്ത് തന്നെ ആയാലും ഞാൻ അത് കഴിക്കും. പ്രത്യേകിച്ച് അരിപ്പൊടി കൊണ്ടാണെങ്കിൽ പറയേം വേണ്ട. എന്റെ ഈ ഒരു കൊഴുക്കട്ടയ്ക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഈ ഒരു കൊഴുക്കട്ടയ്ക്ക് ഒരു വേറൊരു ഐറ്റം കൂടി ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. അത് എന്താണെന്നല്ലേ, അത് പറയാട്ടോ. അതിന് മുന്നേ, കൊഴുക്കട്ട ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടോ? ഏകദേശം ആൾക്കാർക്ക് കൊഴുക്കട്ട ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. കാരണം ഉള്ളിൽ തേങ്ങയും ശർക്കരയൊക്കെ ആയിട്ട് ഉള്ള ഒരു കൊഴുക്കട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് അരിപ്പൊടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പൊ ഈ ഒരു കൊഴുക്കട്ടയിലെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറയവേ. അപ്പൊ ആദ്യം ഞാൻ എടുത്തത് 1.25 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തേക്കണേ കേട്ടോ. അതും വറുത്ത അരിപ്പൊടിയാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ജീരകവും ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 1-2 സ്പൂൺ തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. അത് ഇത്തിരിയും കൂടി ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതെല്ലാവരും ചെയ്യുന്നതാണോന്ന് അറിയില്ല, പക്ഷെ ഞാൻ ചെയ്യാറുണ്ട്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഒഴിച്ചിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാട്ടോ. കൈ കൊണ്ട് മിക്സ് ചെയ്ത് നല്ല ചൂടായതുകൊണ്ട് കൈ പൊള്ളും. അപ്പൊ അത് പൊള്ളാതിരിക്കാനായിട്ട് കുറേശ്ശെ ഒഴിച്ച് കയ്യിലോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ അങ്ങനെ ചെയ്ത് വരുമ്പോഴേക്കും ഇതിന്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കൈ കൊണ്ട് തന്നെ അത് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പൊ നല്ലപോലെ കുഴച്ചെടുക്കണം. കാരണം കട്ടയൊന്നും പിടിക്കാത്ത ലെവലില് കൈ കൊണ്ട് നല്ലപോലെ. പിന്നെ വറുത്ത അരിപ്പൊടി അല്ലെങ്കിൽ അരിപ്പൊടി കൊണ്ടൊക്കെ ചെയ്യുമ്പോ അങ്ങനെ കട്ട പിടിക്കൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് അതൊരു പ്രത്യേകത തന്നെയാണ്. പിന്നെ ഇത് ഇടിയപ്പപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കണം എന്ന് അങ്ങനെയൊന്നും ഇല്ല. അരിപ്പൊടിയാണോ അതുകൊണ്ട് നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാം. ഞാൻ അങ്ങനെ ഉണ്ടാക്കാറ്. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ഇടിയപ്പപ്പൊടിയും കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് കേട്ടോ. അതുകൊണ്ടാണ്. ഇനി ഒരു 10 മിനിറ്റ് ഇത് അടച്ചു വെക്കുക കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു മുറി തേങ്ങ ചരുവിയതും പിന്നെ ശർക്കര ഒന്ന് വരണ്ടെടുത്തതും ഇടേണ്ടത്, അല്ലാണ്ട് പാനിയല്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതെന്താന്ന് ചക്ക വരട്ടിയതും കൂടിയാണ് കേട്ടോ ഇതിൽ ചേർക്കേണ്ടത്. അപ്പൊ ഈ ചക്ക വരട്ടിയത് ഇതിൽ മിക്സ് ചെയ്യേണ്ടത് കൊണ്ട് നമ്മള് ശർക്കര പാനിയിൽ തേങ്ങയിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറു ചൂടിലൊക്കെ നമ്മൾ അത് മിക്സ് ചെയ്ത് എടുക്കാറുണ്ട്, ഒന്ന് വിളയിച്ചെടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ ആവശ്യം ഇതിലില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. അപ്പൊ ഒന്ന് പതുക്കെ കുറേശ്ശെ ഈ ഒരു ചക്ക വരട്ടിയതും കൂടി ഇട്ടിട്ട് നല്ലപോലെ കുഴച്ച് നല്ല മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. അങ്ങനെ കൊഴുക്കട്ടയുടെ ഉള്ളിലേക്ക് വേണ്ട മിക്സ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളൊരു 10 മിനിറ്റത്തേക്ക് അടച്ചു വെച്ചിരുന്ന ആ ഒരു മാവ് ഉണ്ടല്ലോ, അത് ഒന്നുകൂടെ നന്നായി ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് ഇത് എടുക്കണേ കേട്ടോ. അപ്പൊ കുറച്ച് വെള്ളം ഒരു ബൗളിൽ വെച്ചിട്ടുണ്ട്. കാരണം കൈ ഒന്ന് മുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഉണ്ട ഉണ്ടാക്കുമ്പോ ഒന്ന് കൈ മുക്കണം നല്ലതാണ്. അപ്പൊ ഓരോന്നായിട്ട് എടുത്ത് ഞാൻ അതൊന്ന് ഫില്ല് ചെയ്ത് ഇടുവാണ് കേട്ടോ. അങ്ങനെ ഇത്രയും വലുപ്പത്തിൽ എടുത്തത്, ഇത്ര വലുപ്പം വേണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഞാൻ ഇത്ര വലുപ്പത്തിൽ എടുത്തത് വേറൊന്നല്ല, ഇതിന്റെ ഉള്ളിൽ ചക്ക ഇട്ടണോണ്ട് പെട്ടെന്ന് ഇത് പൊട്ടി ഇങ്ങനെ പൊടിഞ്ഞു ഇതാവും. അപ്പൊ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പൊ അത് വരാതിരിക്കാൻ ഇത്തിരി വലുപ്പത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ചെയ്യുവാണേ. സത്യം പറഞ്ഞാൽ എനിക്ക് കൊഴുക്കട്ട കഴിക്കാൻ ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ. അപ്പൊ പ്രത്യേകിച്ച് സാധാ കൊഴുക്കട്ട കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പൊ പിന്നെ ചക്കയും കൂടി ഇട്ടുള്ള കൊഴുക്കട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ മുഴുവൻ കഴിച്ചു തീർക്കും ഒറ്റയടിക്ക്. അത്രയ്ക്ക് ഇഷ്ടമാണ്. കാരണം എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചക്ക കൊണ്ടുള്ള എന്ത് പലഹാരമാണെങ്കിൽ അതിലും ഇഷ്ടമാണ് കേട്ടോ. അപ്പോ അത് ഞാൻ ഒരുപാട് കഴിക്കുന്ന ഒരാളാണ്. ആ സീസൺ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് കഴിക്കും ചക്ക. അതുകൊണ്ട് സീസൺ കഴിഞ്ഞാലും കഴിക്കാനുള്ള പാകത്തിന് ഞാൻ അത് വരട്ടി വെക്കും. അപ്പൊ ഞാൻ എന്റെ വീഡിയോസ് ഓരോന്നോരോന്നായിട്ട് കുറെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്റെ ചാനലിൽ ഉണ്ട് കേട്ടോ. അപ്പൊ അത് വേണ്ടവർക്ക് അത് കണ്ട് അതേപോലെയൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കാം കേട്ടോ. അപ്പൊ ദേ നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതും ചക്ക ഇട്ടിട്ടുള്ള കൊഴുക്കട്ട. ഇനി ഞാനൊരു ഇഡ്ലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇഡ്ലി തട്ടുണ്ടല്ലോ, ആ തട്ടിലാണ് വെച്ച് വേവിക്കണേ കേട്ടോ. അരിപ്പയിലല്ല, ഇതിലെ തട്ടിൽ തന്നെ വെച്ച് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഞാൻ എല്ലാത്തിലും നിറച്ചിട്ട് പിന്നെ അടുപ്പിച്ച് ഇങ്ങനെ മീതയ്ക്ക് വെക്കാണ്ട് ഇത്തിരി അകത്തിയിട്ടാണ് വെച്ചേക്കണേ കേട്ടോ. അപ്പൊ അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. പിന്നെ അത് മാത്രല്ല, ഇത് അങ്ങനെ ഒട്ടിയ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഞാൻ ആവിയിൽ വേവിക്കാൻ വെച്ചിട്ടുള്ളത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേനേട്ടത്. കുത്തി നോക്കിയപ്പോ ഒട്ടും നമ്മുടെ കയ്യിലൊന്നും പിടിക്കുന്നില്ല.
അപ്പൊ അത്രയും വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അങ്ങനെ ഞാൻ ഒരു പാത്രത്തിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. എനിക്ക് വാഴയിലയുടെ സ്മെല്ല് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ മിക്ക പലഹാരങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടോടെ തന്നെ വാഴയിലയിൽ വെക്കാറുണ്ട്. അപ്പൊ ആ വാഴയുടെ ആ സ്മെല്ലും കൂടി ഇതിൽ കിട്ടാറുണ്ട്. അതെല്ലാവരും അങ്ങനെ ചെയ്യുമെന്നറിയില്ല, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ എല്ലാവർക്കും ആ ഒരു മണം ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യണോണ്ട് ചെയ്യണം എന്നൊന്നും പറയണില്ല. നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കായാലും വലിയവർക്കാണെങ്കിലും കാലത്തത്തെ പലഹാരമായിട്ടോ അല്ലെങ്കിൽ ഈവനിങ് പലഹാരമായിട്ടോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന, അതും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പൊ ഇത് ചക്ക സീസണിലോ അല്ലെങ്കിൽ ചക്ക വരട്ടി വെച്ചിട്ടുണ്ടെങ്കിലോ മാത്രമേ ഇതേപോലെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ എപ്പോഴെങ്കിലും ചക്കക്ക് കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ വരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് എത്ര ടേസ്റ്റ് ഉള്ളതാണ്. ഇങ്ങനെ ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ തന്നെ മനസ്സിലാവും ഇത് എത്ര ഭംഗിയിലാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്. കണ്ടോ, ഇത് പൊളിച്ചു കഴിഞ്ഞപ്പോ നല്ല സോഫ്റ്റ് ആണ്, പെട്ടെന്ന് അങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. കണ്ടോ, നല്ല ഉള്ളൊക്കെ നോക്കിക്കേ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ലേ. അപ്പൊ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനി പുതിയ കൂട്ടുകാരാണ് എന്റെ വീഡിയോ കാണണമെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് കേട്ടോ.